ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോക്കും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ സുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ഷോപ്പിങ്ങും പാടെ ചെയ്തു. അപ്പോൾ അതാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയെന്നുള്ളത്. വേറൊന്നുമല്ല, ഞങ്ങൾ ഗൾഫിലുള്ളപ്പോഴന്നെ അർജു നടക്കൽ തുടങ്ങിയപ്പോൾ മോൻ്റെ കാല് വളവുണ്ടായിരുന്നു. അപ്പോൾ കാണുന്നവരൊക്കെ പറയും കാല് നല്ല വളഞ്ഞിട്ടാണ്, ഉഴിഞ്ഞു കൊടുക്കണം, എന്തിൻ്റെലും കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുട്ടികളെ ഡോക്ടറെ കാണിച്ചു. അത് നടക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഒന്നും കൂടി പറഞ്ഞപ്പോൾ ഡോക്ടർ എന്നാൽ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ നാഫിലിനും കാല് ഭയങ്കര കടച്ചിലെന്നും പറയാറുണ്ട്. അപ്പോൾ പിന്നെ അവനും നാഫിലിനും പിന്നെ ഞങ്ങളെല്ലാവർക്കും ഒന്ന് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും അർജുന് ചെയ്യണം. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. നമ്മുടെ ഇവിടെ അടുത്തുള്ള വാണിയംകുളത്തെ PK ദാസിലായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ പോണ വഴിയിൽ തന്നെ റോഡ് ഇത്തിരി മോശമായാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. പാടങ്ങളും തോടൊക്കെ ആയിട്ട് നമ്മുടെ മനസ്സിന് വല്ലാതെ കുളിർമ നൽകുന്ന സ്ഥലമാണ് കേട്ടോ ഈ പോണ വഴിയൊക്കെ ഉള്ളത്. നമ്മുടെ ഏരിയ പറഞ്ഞാൽ തന്നെ ഇങ്ങനത്തെ നല്ല സ്ഥലമാണ് കേട്ടോ. നമുക്ക് വേറെ ടൂറ് പോയി ആസ്വദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ സ്ഥലം തന്നെ പാടും തോടും പുഴയൊക്കെ ആയിട്ട് മനസ്സിന് വല്ലാതെ എന്താ പറയുക, കുളിർമയും സന്തോഷമൊക്കെ നൽകുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ അർജുന് താത്താൻ്റെ ഇക്കാക്കാൻ്റെ അടുത്തിരിക്കണം പറഞ്ഞിട്ട് ബാക്ക് സീറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മായന്നൂർ പാലത്തിലെത്തിയിട്ടോ. ഞാനിതാ വേറൊരു ദിവസം ഇവിടെയൊക്കെ വന്നിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനും നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ പോവുകയാണല്ലോ. അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം സെൻട്രലിലേക്ക് എത്താനായി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഇവിടെ മിക്ക ദിവസങ്ങളിലും ഭയങ്കര ട്രാഫിക് ജാം ആയിരിക്കും കേട്ടോ. ട്രാഫിക് ജാമായത് നമ്മുടെ അർജുന് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം വണ്ടികൾ അത്രയ്ക്ക് ഇഷ്ടമാണ് അവന്. അപ്പോൾ പലതരത്തിൽ വണ്ടികൾ ഇങ്ങനെ അടുപ്പിച്ച് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അവൻ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അർജു ജനിച്ച ഹോസ്പിറ്റൽ. അവിടെ എത്തിയപ്പോൾ അറവിയും നാഫിലൊക്കെ അർജുനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ ജനിച്ച ഹോസ്പിറ്റലാണ്, പിന്നെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയട്ടെ വണ്ടിയിലിരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ PK ദാസ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ലാബിലേക്ക് പോയി. പിന്നെ ബ്ലഡൊക്കെ കൊടുത്തു അർജുൻ്റെയും പിന്നെ അർവാൻ്റെയും എല്ലാവരെയും കൊടുത്തു കേട്ടോ. നാഫിലൊക്കെ കൊടുത്തു. നാഫിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. റിസൾട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാട്ടേ വരുള്ളൂ. അത് നമ്മളവിടെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ അവർ. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി.
പിന്നെ വരുന്ന വഴിയിൽ തന്നെയാണ് കേട്ടോ സുഡിയോ ഉള്ളത് ഒറ്റപ്പാലത്തെ. അപ്പോൾ നമ്മൾ സുഡിയോയിൽ കയറിട്ടോ. അങ്ങനെ സ്റ്റുഡിയോയിലെത്തി. പിന്നെ നല്ല നല്ല ടോപ്സും പിന്നെ ഡെയിലി വെയറും പാർട്ടി വെയറും ക്രോപ്പ് ടോപ്സും ചപ്പൽസും ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റുഡിയോയിൽ. പിന്നെ നല്ല വിലക്കുറവുണ്ടായിരുന്നു. മേലത്തെ ഫ്ലോറിലാണ് പിന്നെ കിഡ്സിൻ്റെ ഒക്കെ കേട്ടോ, പിന്നെ ആണുങ്ങളുടെ മേലെ തന്നെ ആയിരുന്നു. അങ്ങനെ അർജുനും നാഫിലിനും എല്ലാവർക്കും എടുത്തിട്ട് നമ്മൾ നല്ല നല്ല ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം സ്റ്റുഡിയോന്ന് ഇറങ്ങിട്ടോ. പിന്നെ വരുന്ന വഴിയിൽ നമ്മൾ പിന്നെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ ഞാൻ പിന്നെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഫുഡൊന്നും കഴിക്കാനൊന്നും കയറിയില്ല, ഭയങ്കര ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടോ. അപ്പത്തേനും എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റമിൻ ഡിയുടെ. അൽഹംദുലില്ലാ അർജുന് വൈറ്റമിൻ ഡി കുറവൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞ പോലെ നടന്ന് ശരിയാവുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ഓക്കെ, ബായ്.